പാൽപ്പായസത്തിന്റെ മധുരവുമായി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യ നടന്നു. ക്ഷേത്രത്തിലെ 9ാം ഉത്സവ ദിനമായ ഇന്ന് ഉച്ചയ്ക്കാണ് പ്രശസ്തമായ ചടങ്ങ് നടന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെ 40-ലധികം വിഭവങ്ങളാണ് നാടകശാല സദ്യയ്ക്ക് തൂശനിലയിൽ വിളമ്പുന്നത്. അഞ്ച് തരം പായസവും പഴങ്ങളുമടക്കം 40-ലധികം വിഭവങ്ങളാൽ സമൃദ്ധമാണ് നാടകശാല സദ്യ. നാടകശാലയിൽ വലിയ പപ്പടവും പഴക്കുലയും തൂക്കുന്നതോടെ ചടങ്ങുകൾ തുടങ്ങും. ഒരു ഉത്സവ ദിവസം വില്വമംഗലം നാടകശാലയിലെത്തിയപ്പോൾ ജീവനക്കാർക്ക് നെയ്യ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെയാണ് കണ്ടത്. ഇത് കണ്ട് കൃഷ്ണ എന്ന് ഓടി വിളിച്ച് വില്വമംഗലം എത്തിയപ്പോഴാണ് തങ്ങൾക്ക് നെയ്യ് വിളമ്പിയത് ഉണ്ണിക്കണ്ണനാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടെ ഓടി മറിഞ്ഞ കൃഷ്ണനെ തിരഞ്ഞ് ഊണ് പൂർത്തിയാക്കാതെ ഇല വാരിയെറിഞ്ഞ് എല്ലാവരും ഓടി. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് എല്ലാ 9ാം ഉത്സവ ദിവസവും ക്ഷേത്രത്തിൽ നാടകശാല സദ്യ നടക്കുന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങളാണ് നാടകശാല സദ്യയിൽ പങ്കെടുക്കാനെത്തിയത്. ദേവസ്വം ബോർഡ് അംഗം അജിത് മുഖ്യാതിഥിയായിരുന്നു. നാടകശാല സദ്യയിൽ പങ്കെടുത്തവർ പിന്നീട് വഞ്ചിപ്പാട്ടും പാടി പടിഞ്ഞാറേ നടയിലെ പുത്തൻകുളത്തെത്തി. ഇവിടെ നിന്ന് തിരികെ എത്തിയ വഞ്ചിപ്പാട്ട് സംഘത്തെ അമ്പലപ്പുഴ പോലീസ് പഴക്കുല നൽകി സ്വീകരിച്ചു. തിരുനടയിലെത്തി വഞ്ചിപ്പാട്ട് പാടിയതോടെ ചടങ്ങുകൾ സമാപിച്ചു. കാലമേറെ കഴിഞ്ഞിട്ടും അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഈ ചടങ്ങ് ഇന്നും പരമ്പരാഗതമായി തുടരുകയാണ്. പഞ്ചായത്തും കരക്കാരും ഒത്തിണങ്ങി നടത്തിയ നാടകശാലയിൽ സദ്യ കേമമായല്ലോ. ദേവസ്വവും പോലീസും ഒത്തിണങ്ങി നടത്തിയ നാടകശാലയിൽ സദ്യ കേമമായല്ലോ. ജനം, ആലപ്പുഴ.